IV ഫ്ലൂയിഡിന്റെ കാൽക്കുലേഷൻ. IV ഫ്ലൂയിഡിനെ നമ്മൾ രണ്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഡ്രോപ്സ് പെർ മിനിറ്റും ml/h. ഡ്രോപ്സ് എന്ന് വെച്ചാൽ എത്ര ഡ്രോപ്സ് വെച്ച് ഓരോ മിനിറ്റിലും പോകണം. ml/h എത്ര ml വെച്ച് പോകണം. ഓക്കെ, സോ ഡ്രോപ്സ് പെർ മിനിറ്റ് GTT എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. GTT പെർ മിനിറ്റ്. വോളിയം ടു ബി ഇൻഫ്യൂസ്ഡ് ഇൻ ml മൾട്ടിപ്ലൈഡ് ബൈ ഡ്രോപ്പ് ഫാക്ടർ മൾട്ടിപ്ലൈഡ് ബൈ ടൈം ഇൻ മിനിറ്റ്സ്. ഇതാണ് ഡ്രോപ്സ് പെർ മിനിറ്റിന്റെ ഫോർമുല. ml/h ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ വോളിയം ടു ബി ഇൻഫ്യൂസ്ഡ് ഇൻ ml ഡിവൈഡഡ് ബൈ ടൈം ഇൻ അവേഴ്സ്. ടൈം ഇൻ അവേഴ്സ്. ഈ ഡ്രോപ്പ് ഫാക്ടർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഡ്രോപ്പ് ഫാക്ടറിനെ മാക്രോ എന്നും മൈക്രോ എന്നും പറയുന്നുണ്ട്. മാക്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സാധാരണ IV ഫ്ലൂയിഡിന്റെ ആ ഒരു IV സെറ്റ്. മൈക്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും TPനും ഒക്കെ കൊടുക്കുന്ന ആ ഒരു IV സെറ്റ്. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ ബ്ലഡിന്റെ ഒക്കെ IV സെറ്റിൽ ഫിൽട്ടർ ഉണ്ട്. ഫിൽട്ടർ ഉള്ളത് കൊണ്ട് തന്നെ അത് കൺട്രോൾ ആയിട്ട് ഓരോരോ ഡ്രോപ്പ് പോകത്തുള്ളൂ. അപ്പം മാക്രോ എന്ന് പറയുന്നത് ഞാൻ എന്താ പറഞ്ഞ സാധാരണ IV സെറ്റ് എന്ന് പറഞ്ഞില്ലേ, ആ സാധാരണ IV സെറ്റില് 15 ഡ്രോപ്പ് വന്നു കഴിഞ്ഞാൽ 1 ml ആവും. അതാണ് ഡ്രോപ്പ് ഫാക്ടർ. ഇനി പീഡിയാട്രിക് പേഷ്യൻസിന് നമ്മൾ ഫിൽട്ടർ ഇട്ട് കൊടുക്കുവേ. പീഡിയാട്രിക് പേഷ്യൻസിനും ഈ IV ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും അല്ലെങ്കിൽ TPN ഒക്കെ കൊടുക്കുമ്പോൾ ഫിൽട്ടർ യൂസ് ചെയ്യുന്ന IV സെറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ മൈക്രോ എന്നും 60 ഡ്രോപ്സ് വന്നാലേ അതെന്താവത്തുള്ളൂ 1 ml ആവത്തുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഡ്രോപ്പ് ഫാക്ടർ തരും കേട്ടോ. ഡ്രോപ്പ് ഫാക്ടർ ഇത്രയാന്ന് പറയും. അല്ലെങ്കിൽ മൈക്രോ എന്നോ മാക്രോ എന്ന് പറഞ്ഞാൽ കാണാതെ പഠിച്ചേക്കാം. മാക്രോ എന്ന് വെച്ചാൽ 15 മൈക്രോ എന്ന് പറഞ്ഞാൽ 60 ആണ്. 60 ഡ്രോപ്സ് വന്നാലാണ് 1 ml എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ നോക്ക്, ടോട്ടൽ വോളിയം ടു ബി ഇൻഫ്യൂസ്ഡ് 500 ml. എത്ര മണിക്കൂറിൽ? 5 hours കൊടുക്കണം. ഡ്രോപ്പ് ഫാക്ടർ 15 GTT പെർ ml. ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതണം? ടോട്ടൽ വോളിയം മൾട്ടിപ്ലൈഡ് ബൈ ഡ്രോപ്പ് ഫാക്ടർ മൾട്ടിപ്ലൈഡ് ബൈ ടൈം ഇൻ മിനിറ്റ്സ് അല്ലേ. അപ്പൊ 5 മണിക്കൂറിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര ഡ്രോപ്സ് പെർ മിനിറ്റ് എന്ന് കിട്ടും. എഴുതിയോ? നെക്സ്റ്റ് വൺ ml/h. ടോട്ടൽ വോളിയം 500 ml. 5 മണിക്കൂർ കൊടുക്കണം. എത്ര ml/h കൊടുക്കും? 500 ഡിവൈഡഡ് ബൈ 5 മണിക്കൂർ, 100 ml/h. ഓക്കെ, പീഡിയാട്രിക് ഫോർമുല ഒന്ന് എഴുതി വെക്കണേ. പീഡിയാട്രിക്കിന്റെ വെയിറ്റ് കാൽക്കുലേഷൻ ഫോർമുലയാണ്. വെയിറ്റ് കാൽക്കുലേഷൻ ഫോർമുല ചിലപ്പോൾ നിങ്ങളുടെ പീഡിയാട്രിക് പേഷ്യന്റ് ഇയർ മാത്രം തന്നിട്ട് പറയും നിങ്ങൾ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ 1 വയസ്സ് വരെയുള്ള കുട്ടി, 3 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കുട്ടീന്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏജ് ഇൻ മന്ത് പ്ലസ് 9 ഡിവൈഡഡ് ബൈ 2. 1 to 6 years ആണെന്നുണ്ടെങ്കിൽ ഏജ് ഇൻ ഇയേഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ 2 പ്ലസ് 8. 7 to 12 years ആണെങ്കിൽ ഏജ് ഇൻ ഇയേഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ 7 മൈനസ് 5 ഡിവൈഡഡ് ബൈ 2. അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ട് ഏജ് ഇൻ ഇയേഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ 3 എന്ന് എഴുതി വെക്കും.
എഴുതിയോ? ഓക്കെ. നമ്മൾ അത് പഠിച്ച എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കുക. ചിലപ്പോൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഒരു കുട്ടി ERലേക്ക് വന്നു. ഓക്കെ, അതിന് 7 വയസ്സാണ്, 7 years ആണ്. ഓക്കെ, കുട്ടിക്ക് ORS കൊടുക്കണം. ORS. ഓക്കെ, ഈ കൊച്ചിന്റെ വയസ്സനുസരിച്ച് എത്ര ORS കൊടുക്കുമെന്ന് ചോദിക്കും. എഴുതി വെച്ചോ. വെയിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ 75 ml if the baby has vomiting. ഓക്കെ, ഇനി വെയിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ 100 ml. ഓക്കെ, if the baby have vomiting and diarrhea. ഓക്കെ, അപ്പം ഈ 7 വയസ്സുള്ള കുട്ടി, എക്സാമ്പിൾ 7 വയസ്സുള്ള കുട്ടിക്ക് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. 7 മൾട്ടിപ്ലൈഡ് ബൈ 3 ചെയ്യാം അല്ലെ. 7 മൾട്ടിപ്ലൈഡ് ബൈ ഏജ് മൾട്ടിപ്ലൈഡ് ബൈ 3 എന്നല്ലേ എളുപ്പമുള്ള ഫോർമുല. അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. 7 മൾട്ടിപ്ലൈഡ് ബൈ 3 എത്ര കിട്ടും? 21 എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഈ കൊച്ചിന് വോമിറ്റിംഗ് ആണ് ക്വസ്റ്റിന് പറഞ്ഞേക്കുന്നത്. നോക്കാം വോമിറ്റിംഗ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 21 മൾട്ടിപ്ലൈഡ് ബൈ 75. ഓക്കെ, എത്ര കിട്ടും? 1575 ml ORS സൊല്യൂഷൻ കൊടുക്കണം. ക്ലിയർ ആയോ? ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ കാൽക്കുലേഷൻ, ഏജ് കാൽക്കുലേഷൻ ഫോർമുല വെച്ചിട്ട്, വെയിറ്റ് കാൽക്കുലേഷൻ ഫോർമുല വെച്ചിട്ട് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ പഠിക്കുന്നത്. അടുത്തത് IV ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ORS അല്ലേ. ഇപ്പം IV ഫ്ലൂയിഡ് ആണെന്നുണ്ടെങ്കിൽ ഒക്കെ ഒരു കൊച്ചിന് ഛർദിലും വയറിളക്കമാണ് അല്ലെങ്കിൽ ഡയറിയ, വോമിറ്റിംഗ് ആണ്, ആ കൊച്ചിന് IV ഫ്ലൂയിഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫസ്റ്റ് 10 kg മൾട്ടിപ്ലൈഡ് ബൈ 100 ml, സെക്കൻഡ് 10 kg മൾട്ടിപ്ലൈഡ് ബൈ 50 ml, റിമൈനിങ് kg മൾട്ടിപ്ലൈഡ് ബൈ 20 ml. അതായത് ഒരു കൊച്ചിന് ഒരു 50 കിലോ ആണെന്ന് വിചാരിച്ചു കുട്ടിയുടെ ബോഡി വെയിറ്റ്. നിങ്ങൾ ആദ്യത്തെ 10 എടുത്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പം 1000 കിട്ടി. രണ്ടാമത്തെ ആ കൊച്ചിന്റെ 10 കിലോ എടുത്ത് 50 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പൊ 500 കിട്ടി. ഇനി ആ കൊച്ചിന് റിമൈനിങ് എത്ര ഉണ്ട്? 50 ന്ന് 20 പോയാൽ 30 കിലോ. ആ 30 മൾട്ടിപ്ലൈഡ് ബൈ 20 ചെയ്യുമ്പോൾ 600 കിട്ടും. എന്നിട്ട് ഇതിനെല്ലാം കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യുമ്പോൾ 2100 ml കിട്ടും. ഇതായിരിക്കും ആ കൊച്ചിന്റെ 24 hours IV ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ്. ഇതിപ്പോ വെയിറ്റ് തന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. വെയിറ്റ് തന്നില്ല എന്നുണ്ടെങ്കിൽ ആ വെയിറ്റ് കാൽക്കുലേഷൻ ഫോർമുല വെച്ച് വെയിറ്റ് കണ്ടുപിടിക്കും. ക്ലിയർ? ഇനി ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഡോക്ടർ ഓർഡർ 150 milligram ഓഫ് പാരസെറ്റമോൾ. ഓക്കെ, ആൻഡ് നിങ്ങളുടെ കയ്യിലുള്ളത് 50 milligram പെർ ടാബ്ലറ്റ്. എത്ര ടാബ്ലറ്റ് നിങ്ങൾ കൊടുക്കും? ഓക്കെ, D ഡിവൈഡഡ് ബൈ H ഇൻറ്റു Q. D എത്ര? ഇവിടെ 150 milligram ഡിവൈഡ് ബൈ കയ്യിലുള്ളത് 50 milligram, ക്വാണ്ടിറ്റി 1, ഒരു ടാബ്ലറ്റ്. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 150നെ ഡിവൈഡഡ് ബൈ 50 കൊണ്ട് ചെയ്യാം. എത്ര കിട്ടും? 3. 153 കിട്ടി. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഓപ്ഷനകത്ത്, നിങ്ങളുടെ ഓപ്ഷനകത്ത് ഓപ്ഷൻ എ, ഓക്കെ, 1 tablet TID, second one 2 tablet OD,